നമ്മുടെ നാട്ടിൽ എന്ത് സംഭവം നടക്കുമ്പോഴും ചിലർക്ക് അതിനകത്തുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങളും സംരക്ഷിക്കാനായിരിക്കും ധൃതി. അതുതന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇപ്പോഴും നരേന്ദ്രമോദിയെ ഏത് രൂപത്തിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിയാക്കേണ്ടത് എന്ന റിസർച്ചിലാണ് നമ്മുടെ നാടിന്റെ പ്രതിപക്ഷം. പഹൽഗാം ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണ് എന്ന ആരോപണത്തിൽ പ്രതികരണവുമായി സംവിധായകനും അതുപോലെ ബിഗ് ബോസ് മലയാളം ജേതാവുമായിട്ടുള്ള അഖിൽ മാരാർ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്തുണ്ടായ എല്ലാ ആക്രമണങ്ങളും സുരക്ഷാ വീഴ്ച തന്നെയാണെന്നും അതേസമയം സൈനികരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചർച്ചകൾ ഒഴിവാക്കണമെന്നും അഖിൽ മാരാർ പറഞ്ഞു. നിലനിൽപ്പിനു വേണ്ടി സംഘപരിവാർ ആസൂത്രണം ചെയ്ത ആക്രമണമാണിത് എന്ന് പറയുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു. രാജ്യത്തെ 2 പ്രധാനമന്ത്രിമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഓർക്കണമെന്നും അത് നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്ന മറുവാദം വന്നാൽ നിങ്ങൾ എന്ത് മറുപടി നൽകുമെന്നും അദ്ദേഹം ചോദിച്ചു. അഖിൽ മാരാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതാണ്. കാശ്മീരിലുണ്ടായ ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയാണ് എന്നൊരു കൂട്ടർ ആരോപിക്കുന്നു. ഒരൽപ്പം കൂടി കടന്ന് ഇത് നിലനിൽപ്പിനു വേണ്ടി സംഘികൾ ആസൂത്രണം ചെയ്തതാണ് എന്ന് മറ്റൊരു കൂട്ടർ ആരോപിക്കുന്നു. റോബർട്ട് വാദ്ര പറഞ്ഞതുപോലെ ശുദ്ധ തെമ്മാടിത്തരവും ചിലർ പ്രചരിപ്പിക്കുന്നു. ഇതിൽ എന്റെ അഭിപ്രായം തീർച്ചയായും രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും സുരക്ഷാ വീഴ്ചയാണ്. പൊട്ടുന്ന ബോംബുകളുടെ കഥകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഓരോ ദിവസവും നമ്മുടെ സേന നിർവീര്യമാക്കി കളയുന്ന ഭീകരരുടെ പദ്ധതികൾ നമ്മൾ അറിയുന്നില്ല. 1000 തവണ പരാജയപ്പെടുമ്പോൾ ഭീകരർ ഒരു തവണ വിജയിക്കുന്നത് നമ്മൾ നമ്മുടെ സേനയെ 1000 കുറ്റപ്പെടുത്തലുകൾ കൊണ്ടുമൂടുന്നു. ജാഗരൂകരായി നമുക്കായി രാജ്യത്തെ സേവിക്കുന്ന നമ്മുടെ സൈനികരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാം. ലോക പോലീസായ അമേരിക്കയിൽ ഭീകരർ ആക്രമണം നടത്തിയില്ലേ? അത്യാധുനിക സംവിധാനമുള്ള ഇസ്രായേലിൽ ആക്രമണം നടത്തിയില്ലേ? ഇനി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും ലഹരി മാഫിയ വിളയാട്ടവും ഒക്കെ ആരുടെ വീഴ്ചയാണ്? നിലനിൽപ്പിനു വേണ്ടി സംഘികൾ ഇത് ചെയ്തു എന്ന് പറയുന്നവർ ഓർക്കുക, രാജ്യത്തെ 2 പ്രധാനമന്ത്രിമാർ ഏത് രീതിയിലാണ് കൊല്ലപ്പെട്ടത് എന്ന്. അത് നിലനിൽപ്പിനു വേണ്ടി എന്ന മറുവാദം വന്നാൽ നിങ്ങൾ എന്ത് മറുപടി നൽകും? അതുകൊണ്ട് ഇത്തരം ഗൗരവകരമായ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക. അന്ധരായ കോൺഗ്രസ് അണികളുടെ പിന്തുണ മതിയെങ്കിൽ അവരെ സുഖിപ്പിക്കാൻ എന്തും പറയാം. മറിച്ച് ഈ രാജ്യത്ത് ബോധമുള്ള വലിയ ഒരു ജനതയുണ്ട് എന്ന്, അവർക്ക് ശരിയും തെറ്റും മനസ്സിലാകുമെന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യത്തെ ഒന്നും അറിയാത്ത പാവങ്ങളെ, മതം ചോദിച്ചു കൊന്ന നാറികളെ ഒരുമിച്ച് നിന്ന് നേരിടുക. ഇവിടെ BJP ഭരിക്കുന്നത് കൊണ്ട് രാജ്യത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കൾ തിരിയണം എന്ന ബുദ്ധിയാണ് ഭീകരർ പ്ലാൻ ചെയ്തത്. അങ്ങനെ മതം പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ ഭീകരവാദികൾക്ക് കൂടുതൽ പേരെ അവരുടെ പക്ഷത്ത് എത്തിക്കാൻ പറ്റും. അതുപോലെ രാജ്യത്ത് ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനും പറ്റും. നേരിയ ശതമാനം ക്രിമികൾ ഈ പ്ലാനിൽ വീണെങ്കിലും കാശ്മീരിലെ ജനങ്ങളുടെ ഐക്യം ഭീകരരെ തകർത്തു കളഞ്ഞു എന്ന് പറയാം. പിന്നെ ഒരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ വാദ്ര അളിയനെ AICC ഓഫീസിലേക്ക് വിളിപ്പിക്കുക. ചെവിക്കല്ല് പൊട്ടിച്ചൊരെണ്ണം കൊടുത്തിട്ട് രാഹുൽ ഗാന്ധി പറയണം, എടാ പരനാറിയ അളിയൻ വിടലേ, മേലാൽ ഇമാതിരി നാറിയ ഡയലോഗ് അടിക്കരുത് എന്ന്. പറയാനുള്ളത് പറയേണ്ടുന്ന സമയത്ത് പറയണം. നിലപാടുകൾ ഉള്ളവരോട് പറയേണ്ടത് ആരുടെ മുഖത്തു നോക്കിയും തുറന്നു പറയുന്ന ആദർശവാദികളോട് എന്നും നമുക്കൊരു പ്രത്യേക പരിഗണനയും മമതയും ഉണ്ടാകും. പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് പിന്നിൽ തീവ്രവാദികൾക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉള്ളതായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. സോൻമാർഗ്, ഗുൽമർഗ് തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കാതെ തീവ്രവാദികൾ തെരഞ്ഞെടുത്തത് പഹൽഗാമാണ്. അതിന് കാരണം പഹൽഗാമാണ് അമർനാഥ് തീർത്ഥാടനത്തിനുള്ള ഏറ്റവും എളുപ്പവഴി എന്നതാണ് യാഥാർത്ഥ്യം. പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിലൂടെയാണ് അമർനാഥ് യാത്രികർ കൂടുതലായി കടന്നു പോകുക. അവിടെയായിരുന്നു തീവ്രവാദ ആക്രമണം നടന്നത്. അപ്പോൾ പിന്നെ പഹൽഗാമിൽ ഒരു ആക്രമണം നടത്തിയാൽ അമർനാഥ് യാത്രികരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും. ഹിമാലയത്തിലെ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥയാത്ര ജൂലൈ 3-ാം തീയതി ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. 39 ദിവസം നീളുന്ന ഈ തീർത്ഥാടനത്തിന് പോകുന്നവരുടെ പേര് രജിസ്ട്രേഷൻ ഏപ്രിൽ 14-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഇത്തവണത്തെ
കനത്ത സൈനിക സുരക്ഷയിലായിരിക്കും അമർനാഥ് തീർത്ഥാടനം നടക്കുന്നത്. 2024 5.12 ലക്ഷം പേരാണ് തീർത്ഥാടനത്തിൽ പങ്കെടുത്തത്. മറ്റൊരു കാര്യം, പട്ടാളക്കാരെ ആക്രമിക്കാതെ സാധാരണ ടൂറിസ്റ്റുകളെ ആക്രമിച്ചു എന്നതാണ്. തീവ്രവാദികൾക്ക് യാതൊരു ഭീഷണിയുമില്ലാത്ത സാധാരണ ടൂറിസ്റ്റുകളെ, നിഷ്കളങ്കരായ ജനങ്ങളെ കൊലപ്പെടുത്തുകയാണ് ഈ തീവ്രവാദികൾ ചെയ്തത്. മാത്രമല്ല, ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ആക്രമിച്ചതിന് പിന്നിൽ ഇന്ത്യയാകെ മതപരമായ വിവേചനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഭീരുക്കളായ തീവ്രവാദികളെയാണ് ഇതിനകത്ത് കാണുന്നത്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ മോശമാണ്. അതുകൊണ്ട് തന്നെ കുറെ കാലമായി അവിടെ നിന്നുള്ള ആക്രമണം കുറഞ്ഞു. വാസ്തവത്തിൽ മോദി സർക്കാരിന് കീഴിലുള്ള കാശ്മീരിന്റെ വികസനവും സമ്പന്നതയും ഉണർവും തകർക്കൽ തന്നെയാണ് ഈ ആസൂത്രണത്തിന്റെ ലക്ഷ്യം. കാശ്മീരിന്റെ വികസനത്തിൽ ലോക്കൽ ജനങ്ങൾ കൂടി പങ്കാളിയായതോടുകൂടി അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് കാശ്മീരിലെ ടൂറിസം വളർന്നത്. ഇതോടെ കാശ്മീരിലെ പ്രാദേശിക ജനവിഭാഗം സാമ്പത്തികമായി മെച്ചപ്പെടാൻ തുടങ്ങി. ഒരു കാലത്ത് സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞിരുന്ന ലോക്കൽ ആളുകൾ തന്നെ ഇപ്പോൾ തീവ്രവാദികളെ കുറിച്ച് സൈന്യത്തിന് വിവരങ്ങൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നല്ല രൂപത്തിൽ തിരിച്ചടി കൊടുത്തു എന്നതിന്റെ തെളിവാണ്. ഹിന്ദു ആര് എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ചു എന്നത് കാശ്മീരിലെ പ്രാദേശിക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മുസ്ലിങ്ങളെയും ഭയപ്പെടുത്തുകയാണ്. ഒരു ഹിന്ദു മുസ്ലിം ലഹളയുണ്ടാകുമോ എന്ന ഭീതിയും ഇവിടെ ഉണരുകയാണ്. ഒരൊറ്റ അടിയിൽ പല അലകൾ ഉയർത്താൻ കഴിയുന്ന രീതിയിലാണ് അവർ ആസൂത്രണം ചെയ്ത ആക്രമണം. ഇതിന്റെ അലകൾ ഇന്ത്യയാകെ അലയടിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്തതെന്നും ചില വിലയിരുത്തലുകളുണ്ട്. പക്ഷേ ഇതിനെ കരുതലോടുകൂടിയാണ് നരേന്ദ്രമോദി സർക്കാർ നേരിടുന്നത്. കാശ്മീരിലെ പ്രാദേശിക ജനവിഭാഗത്തെ വിശ്വാസത്തിലെടുത്ത് ഈ തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകി വരുന്ന പാകിസ്ഥാനെ അടിക്കാൻ തന്നെയാണ് മോദി സർക്കാർ ഒരുങ്ങുന്നത്. അത് തന്നെയാണ് ശരിയായ വഴിയെന്നും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അവിടെ പാകിസ്ഥാൻ ഭീകരർ എന്താണോ ചെയ്തത് അതിനേക്കാൾ തത്തുല്യമായ രൂപത്തിലോ അതല്ലെങ്കിൽ കുറച്ചും കൂടി വേവ് ലെങ്ത് കൂട്ടിയ രൂപത്തിലോ നമ്മുടെ നാട്ടിലും ഭീകരർ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ വൺ ചാനലിനെതിരെ BJP പോലീസിൽ പരാതി നൽകിയത് കണ്ടില്ലേ? ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയുടെ സംപ്രേഷണത്തിനെതിരെയാണ് DGPക്ക് പരാതി. ഈ മാസം 23-ാം തീയതി സംപ്രേഷണം ചെയ്ത പരിപാടിക്കെതിരെയാണ് പരാതി ഉണ്ടായിരിക്കുന്നത്. മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിന് ശ്രമിക്കുന്നു. തീവ്രവാദ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നു. ഇതാണ് പരാതി. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നും പരാതിയിലുണ്ട്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുമുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്നും പരിപാടിയിൽ പരാമർശമുണ്ടായിരുന്നു. നിഷാദ് റാവുത്തർ, SA അജിൻസ്, ഓൺലൈൻ എഡിറ്റർ എന്നിവർക്കെതിരെയാണ് പരാതി. നമ്മുടെ രാജ്യത്തിനകത്തുള്ള പുഴുക്കുത്തുകളെയാണ് ആദ്യം തോണ്ടിയെടുത്ത് പുറത്തിടേണ്ടത്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനികളെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ രൂപത്തിലുള്ള സമീപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് അതാത് സംസ്ഥാനങ്ങൾക്കകത്തുള്ള പാകിസ്ഥാൻകാരുടെ എണ്ണം എടുക്കണം. അതിന് 24 മണിക്കൂർ, 48 മണിക്കൂർ അങ്ങനെയൊക്കെ സമയവും നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് പാകിസ്ഥാനികളെ കഴുകി തൂത്ത് വൃത്തിയാക്കി പാകിസ്ഥാൻ വിമുക്ത ഇന്ത്യയാക്കി മാറ്റണം. ഈ സാഹചര്യത്തിൽ IBയെ പേടിച്ച് കോട്ടയം വിട്ടുപോയ പാകിസ്ഥാൻകാരി മരുമകൾ നാളെ ഇന്ത്യ വിടുമോ എന്നുള്ള രൂപത്തിൽ ഒരു പോസ്റ്റ് നമ്മുടെ ശ്രീ ഡോക്ടർ ഭാർഗവ റാമിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വാർത്ത കേൾക്കാം. ISI ഏജന്റാണ് എന്നും മരിയയ്ക്ക് പാകിസ്ഥാൻകാർക്കുള്ള വിസ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുമ്പോൾ മലയാള മനോരമ കുടുംബത്തിലെ ഒരു അംഗത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ സോഷ്യൽ ആക്ടിവിസ്റ്റും ഹിന്ദു സന്യാസിയുമായ ഡോക്ടർ ഭാർഗവ റാം. 2008 ഹൈന്ദവ കേരളം ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഉള്ളടക്കത്തിന്റെ തുടക്കം സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പിനൊപ്പം ചേർത്തിട്ടുള്ളത്. പാകിസ്ഥാൻകാർക്കുള്ള വിസ റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ താമസിക്കുന്ന പാകിസ്ഥാൻകാരിയായ ഈ മരുമകളുടെ വിസയും റദ്ദ് ചെയ്യുമായിരിക്കുമല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 2008 ഡിസംബറിൽ കോട്ടയത്തെ മനോരമ പ്രമുഖന്റെ കുടുംബത്തിൽ മരുമകളായി എത്തിയ പാക് സുന്ദരിയും പെട്ടു. ഇന്ത്യയിൽ താമസിക്കുന്ന പാക് പൗരന്മാർ ഞായറാഴ്ചയ്ക്കകം രാജ്യം വിടണം എന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് കാരണം കുടുംബത്തെ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് പോകേണ്ട ഗതികേടിലാണ് ഇവർ. മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബിന്റെ മകൻ അനൂപ് പാകിസ്ഥാൻ യുവതിയെ വിവാഹം ചെയ്തത് വിവാദമായിരുന്നു. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന അബ്ബാസിന്റെ മകൾ മരിയയായിരുന്നു വധു. അബ്ബാസ് ISI ഏജന്റാണ് എന്നും മരിയയ്ക്ക് ലഷ്കർ ബന്ധമുണ്ടെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു. വയലാർ രവി എന്നിവർ IB മുന്നറിയിപ്പിനെ തുടർന്ന് വിട്ടുനിന്നു. കോട്ടയത്ത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വധുവിന്റെ അടുത്ത ബന്ധു
ബന്ധുക്കൾക്ക് മാത്രമാണ് വിസ അനുവദിച്ചത്. പാരീസിലും ഇംഗ്ലണ്ടിലും ആർട്ട് എക്സിബിഷനുകളിൽ പങ്കെടുക്കുന്ന ഇന്ത്യ പാക് യുവതി യുവാക്കൾ പ്രണയ വിവാഹം ചെയ്യുന്നത് ISI കെണിയാണ് എന്ന് ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയിരുന്നു. അക്കാലത്ത് ഇത്തരത്തിൽ നിരവധി വിവാഹങ്ങൾ നടന്നിരുന്നു. പാരീസിലെ ആർട്ട് എക്സിബിഷനിൽ പങ്കെടുക്കാൻ പോയ ചിത്രകാരനായ അനൂപും ഇതേ രീതിയിലാണ് പാകിസ്ഥാനി യുവതിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും. ദമ്പതികൾ കോട്ടയത്ത് താമസമായിരുന്നു. പക്ഷേ IB സ്പെഷ്യൽ ബ്രാഞ്ച് നിരീക്ഷണം കുടുംബക്കാർക്ക് പൊല്ലാപ്പായതോടെ ബാംഗ്ലൂർക്ക് താമസം മാറ്റിയിരുന്നു. വിവാഹം ചെയ്ത് ഇന്ത്യയിലെത്തുന്ന പാക് യുവതി യുവാക്കൾ ISI സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു ആരോപണം. എന്തായാലും ഈ പെൺകുട്ടിക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കേരളത്തിൽ രേഖകൾ പ്രകാരം ആകെ 102 പാകിസ്ഥാനികളാണ് വിസ എടുത്തു വന്ന് താമസിക്കുന്നവരായി ഉള്ളത് എന്നും കഴിഞ്ഞ 6 മാസത്തിനകം മാത്രം 51 പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നും ആകെ ഉള്ളതിൽ 71 പേർ കണ്ണൂരിലാണ് താമസിക്കുന്നത് എന്നും പോലീസ് രേഖകളെ ഉദ്ധരിച്ച് പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പെഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരൊക്കെ രാജ്യം വിടണം എന്ന ഉത്തരവ് അവിടെ 100% നടപ്പിലാകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. മലയാള ഭാഷ പോലും കൃത്യമായി അറിയാൻ ഇടയില്ലാത്ത ഇവർ ഇന്നാട്ടിൽ ഇവിടെയൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്നതും ഇന്നാട്ടിലെ ഇവരുടെ സഹായികൾ ആരൊക്കെ എന്നറിയുന്നതും കൗതുകകരമായ വസ്തുതയാണ്. പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചത് അനുസരിച്ച് കേരളത്തിലുണ്ടായിരുന്ന 6 പാക് പൗരന്മാർ അതേസമയം തിരിച്ചുപോയി. വിസിറ്റിംഗ് വിസയിൽ എത്തിയവരാണ് കഴിഞ്ഞ ദിവസം തിരിച്ചുപോയത്. അവശേഷിക്കുന്ന 98 പാക് പൗരന്മാർ സംസ്ഥാനത്ത് തുടരുകയാണ്. ഇവർ ദീർഘകാല വിസയിൽ കേരളത്തിൽ കഴിയുന്നവരാണ്. ഇവർക്ക് രാജ്യത്ത് തുടരുന്നതിൽ തടസ്സമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച അമിത്ഷാ എത്രയും വേഗം പാക് പൗരന്മാരെ കണ്ടെത്തി നാട് കടത്താൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ മനോരമ കുടുംബത്തിൽ നിന്നൊരാൾ പാകിസ്ഥാൻകാരിയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സുന്ദരിയും രാജ്യം വിട്ടു പോകുമോ അതോ സ്വാധീനിക്കാൻ ശ്രമിക്കുമോ? എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രേമികൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരിക്കുന്നത്? നന്ദി.